ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോലിബിലിറ്റി പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് സോലിബിൾ അല്ലെങ്കിൽ സോലിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് സോലിബിലിറ്റി പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഒരു ഇൻസോളിബിൾ ആയിട്ടുള്ളൊരു സോൾട്ട് എടുക്കുകയാണ്. സോൾട്ട് വാട്ടറിൽ ഇൻസോളിബിൾ ആണോ അല്ലെങ്കിൽ എത്ര മോൾസ് അതിൻ്റെ ഇതാവുന്നു എന്നൊക്കെയാണ് നമ്മൾ യൂഷ്വലി സോലിബിലിറ്റി പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ജസ്റ്റ് ഒരു ബേസിസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ട് ഇപ്പം അത് നോക്കുകയാണെങ്കിൽ 1 മോള് അതായത് സോലിബിലിറ്റി എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 മോള് അപ്പം 1 ലിറ്റർ സോൾവെൻറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? അതാണ് ഈ ജനറലി സോലിബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സോലിബിലിറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ വരുന്ന അതിൻ്റെ യൂണിറ്റ് വരുന്ന മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ, സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മോൾ ബൈ 1 ലിറ്റർ വരുന്ന ആ ഒരു 1 മോൾ സോൾട്ട് 1 ലിറ്റർ സോൾവെൻറ്റ് വരുന്ന കേസിലാണ് യൂഷ്വലി സോലിബിലിറ്റി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷനാണ് മോൾ പെർ ലിറ്റർ. ഇപ്പോൾ യൂഷ്വലി ഇത് ഇൻസോളിബിൾ ആയിട്ടുള്ള സോൾസിലൊക്കെയാണ് യൂഷ്വലി പറയുന്നത്. ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇൻസോളിബിൾ കുറേ സോൾസ് ഒക്കെ ഉണ്ട് അല്ലേ. നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പോകുന്നത് AgCl ആണ്. അപ്പം AgCl വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ വാട്ടറിൽ അതിനെ നോക്കുമ്പോഴത്തേക്കും എന്ത് വരും? Ag പ്ലസ് Cl മൈനസ് വരും. ഓക്കെ, ഇത് അതിൻ്റെ ബേസിക് ഇക്വേഷനാണ്. ഈ ബേസിക് ഇക്വേഷൻ വെച്ചാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ സോൾബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾക്ക് അതിനെ K എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. AgCl നമ്മൾ K എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. K ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അപ്പോൺ ഈ ഒരു പർട്ടിക്കുലർ H2O കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇത് വരും. ഇപ്പം Ag പ്ലസ് കോൺസെൻട്രേഷൻ Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ആ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ആ ഇക്വേഷൻ പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ H2O ഈ ഒരു കെയിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് കിട്ടുന്നു. സോലിബിലിറ്റി പ്രോഡക്റ്റ് അങ്ങനെയാണ് കിട്ടുന്നത്. KSP ഈസ് ഈക്വൽ ടു എന്താണ്? Ag പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. ഇതാണ് ബേസിക്കലി നമ്മുടെ KSPയുടെ ഇക്വേഷൻ അല്ലെ സോലിബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ AgCl എടുത്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് ഇപ്പം Ag പ്ലസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ നമ്മൾ എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ സോലിബിലിറ്റി എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. സോലിബിലിറ്റി എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എസ് ഇൻറ്റു എസ് എന്ന് വരുന്നു. ഈ ഒരു പർട്ടിക്കുലർ രണ്ടിൻ്റെയും എസ് ആണ്. എസ് ഇൻറ്റു എസ് വരുന്നു. അതുപോലെ KSP ഈസ് ഈക്വൽ ടു എന്താണ്? എസ് ഇൻറ്റു എസ് ആണ്. അല്ലെങ്കിൽ KSP ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു സോലിബിലിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് KSP എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ ഇക്വേഷൻ എല്ലായിടത്തും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ചിലപ്പം നമുക്ക് KSP വാല്യൂ തന്നിട്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ സോലിബിലിറ്റി എത്രയാണ് കണ്ടുപിടിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ പല ഇതിൽ വേരി ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഇതിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ സോലിബിലിറ്റി ഇഫ് KSP ഓഫ് AgCl ഈസ് 10⁻⁻10. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? KSP വാല്യൂ തന്നിട്ടുണ്ട്. KSP വാല്യൂ എത്രയാണ്? 10⁻⁻10 ആണ് KSP വാല്യൂ. നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന സോലിബിലിറ്റി ആണ്, അതായത് എസിൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, KSP നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു. അതായത് എസ് ഈസ് ഈക്വൽ ടു സോലിബിലിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് KSP എന്നാണ്. അതായത് KSP സോലിബിലിറ്റി പ്രോഡക്റ്റിൻ്റെ റൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യണം. എസ് ഈസ് ഈക്വൽ ടു റൂട്ട് KSP. ഓക്കെ, നമുക്ക് ഇവിടെ പറയുവാണെങ്കിൽ എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ AgClൻ്റെ KSP തന്നിട്ടുണ്ട്. എത്രയാണ്? 10⁻⁻10 ആണ്. റൂട്ട് 10⁻⁻10 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ റൂട്ട് 10⁻⁻10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁻⁻5 ആണ്. അതിൻ്റെ യൂണിറ്റ് ഉണ്ട് മോൾ പെർ ലിറ്റർ. കാരണം മോൾ പെർ ലിറ്റർ നമ്മൾ ആദ്യം കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ സോളിബിലിറ്റി ആണ് അവിടെ കണ്ടുപിടിച്ചത്. എസ് ഈസ് ഈക്വൽ ടു 10⁻⁻5 മോൾ പെർ ലിറ്റർ.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് വിച്ച് ഈസ് മോർ സോളിബിൾ. സോ ഈ ഒരു കേസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് നമ്മളൊരു കേസ് നോക്കാം. സോ ഇതിനു മുമ്പ് നമ്മളൊരു കേസ് നോക്കുന്നത് എങ്ങനെയാണെന്നാ, ഇപ്പം നമുക്ക് കാൽഷ്യം ഫ്ലൂറൈഡ്, നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കാൽഷ്യം ഫ്ലൂറൈഡ് കണ്ടായിരുന്നല്ലേ. സോ കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ ഇവിടെ KSP വാല്യൂ വന്നിട്ടുണ്ട് 4 × 10⁻². ഓക്കെ, അപ്പോൾ കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ സോലിബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? KSP വാല്യൂ 4 × 10⁻² ആണ് അതിൻ്റെ KSP വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വാട്ടറിലൊന്ന് ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബേസിക് ഇക്വേഷൻ നമുക്ക് എഴുതാം. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ CaF2 + H2O വിൽ ഗീവ് വാട്ട്? Ca2 plus F2F-. ഓക്കെ, അപ്പോൾ 2 മോളിക്യൂൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, അതുകൊണ്ട് 2 മോളിക്യൂൾ ഫ്ലൂറിൻ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടേമിനെ നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിൽ എഴുതുകയാണ്. സോ KSP ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് Ca2 പ്ലസ് ഇൻറ്റു F- ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2 ആണ് വന്നത്. സോ സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഏതിനാണോ വരുന്നത് അതിൻ്റെ പവറായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സോ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഫ്ലൂറിന് 2 ആണ് സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻ. സോ നമ്മൾ KSP വാല്യൂ എഴുതുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ 2 മേളിൽ നമ്മൾ പവറായിട്ട് പോകുന്നു, ഫ്ലൂറിൻ്റെ പവറായിട്ട് 2 പോകുന്നു. ഓക്കെ, സോ നമ്മൾ ഇനിയും കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട് 4 × 10⁻² എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തായിരുന്നു ഓരോന്നിനും S, അതുപോലെ S എന്ന് നമ്മൾ കൊടുക്കണം, സോളിബിലിറ്റി S ആയിട്ട് കൊടുക്കാമെന്ന് വെച്ച്. സോ ഇതിന് കാൽഷ്യത്തിന് S ഉം അതുപോലെ ഇതിന് 2S ഉം കൊടുക്കണം. ഇവിടെ 2S കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കുക, അതായത് ഈ ഒരു പർട്ടിക്കുലർ 2 moles ഓഫ് ഫ്ലൂറിൻ ആണ് ഇവിടെ ഉള്ളത്. സോ 2S നമ്മൾ കൊടുക്കുന്നു. അത് വെച്ചാണ് നമ്മൾ ഇനിയും കണ്ടുപിടിക്കേണ്ടത് S × 2S. അപ്പോൾ എത്ര വന്നു? 2S ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ S × 4S². സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4S³. ഓക്കെ, അതായത് 4 × 10⁻² ഈസ് ഈക്വൽ ടു 4S³. അവിടെ നമുക്ക് S³ വാല്യൂ കിട്ടും. സോ S³ ഈസ് ഈക്വൽ ടു എന്താണ്? S³ വാല്യൂ ഈ KSPയുടെ റൂട്ടാണ് അല്ലേ, റൂട്ട്. അപ്പം നമ്മൾ S³ അല്ല, 4 × 10⁻²/4 ഈസ് ഈക്വൽ ടു 10⁻² എന്ന് കിട്ടുന്നു. സോ ഇവിടെ നമ്മൾ S ഈസ് ഈക്വൽ ടു 3 × KSP എന്ന് വരുന്നു, 4/KSP. അത് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ വരും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ഇതിലാണ് വരുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. സോ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, ഫോർമുലയാണ് ഇപ്പം നമുക്ക് ഒരു എക്സ് കൺസിഡർ ചെയ്യുക. x⁻x × y⁻y, x⁻x × y⁻y × S of x + y. ഓക്കെ, ഇതാണ് ആ ഒരു ബേസിക് ഫോർമുല വരുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ചെയ്യുവാണെങ്കിൽ ഇപ്പം നമുക്ക് അലൂമിനിയത്തിൻ്റെ ഒരു കേസ് എടുക്കാം. അപ്പം അലൂമിനിയം OH ത്രൈസ്. ഓക്കെ, സോ ഈ ഒരു ഇത് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ ഇതാണ് വരുന്നത് കേട്ടോ. ഈ 4S³ ഈ ഒരു ഇതാണ് വരുന്നത്. സോ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോ ഇതിൻ്റെ വരുമ്പോഴത്തേക്കും x⁻x y⁻y × S⁻x + y എന്നാണ് ഒരു ഇത് വരുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അലൂമിനിയം 1 ആണ്, ഇവിടെ ഇത് നോക്കുവാണെങ്കിൽ 3 ആണ്. സോ 1 × 3⁻³ × S⁻1 + 3. ഓക്കെ, സോ 3⁻³ എന്ന് പറയുമ്പോൾ 9 ആണ്, മീൻസ് 27 ആണ്.
27s⁴. ഇതാണ് അലൂമിനിയത്തിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ കേസിൽ എഴുതാം. കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ കേസിൽ എങ്ങനെയാണ് വന്നത്? CaF2 ആയിരുന്നു. ഓക്കെ, CaF2. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2 ആണ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 1/1 ഇൻറ്റു 2/2 ഇൻറ്റു S⁻1+2. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 2 മീൻസ് 2/2 എന്ന് പറയുമ്പോൾ 4 ആണ്. 4s⁴ എന്ന് വരും. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് ആ ഒരു പ്രോബ്ലംസ് പോകുന്നത്. സോ ഈ ഒരു ബേസിക് ഫോർമുല അറിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് സോലിബിലിറ്റി പ്രൊഡക്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഫൈൻഡ് വിച്ച് ഈസ് മോർ സോലിബിൾ. സോ അവിടെ KSP വാല്യൂസ് തന്നിട്ടുണ്ട്. 4 ഇൻറ്റു 10 കാൽഷ്യം ഫ്ലൂറൈഡ് 4 ഇൻറ്റു 10⁻²ഉം അതുപോലെ AgCl 10⁻10ഉം ആയിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് കയറി ആ ഉത്തരം എഴുതാൻ പറ്റത്തില്ല. കാരണം അവിടെ KSP വാല്യൂ തന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ സോലിബിലിറ്റി അനുസരിച്ച് ഇവിടെ സോലിബിലിറ്റിയുടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതാണ് കൂടുതൽ സോലിബിൾ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് കണ്ടാൽ നമുക്ക് ട്രിക്കി ആയിട്ട് തോന്നും. സോ KSP വാല്യൂ തന്നിട്ടുണ്ട്, അപ്പം അത് വെച്ചാണ് നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ AgClൻ്റെ കേസിൽ എന്തായിരുന്നു KSP അല്ലെങ്കിൽ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ AgCl നമ്മൾ എഴുതുവാണെങ്കിൽ KSP വാല്യൂ എന്തായിരുന്നു? അല്ലെ റൂട്ട് KSP ആയിരുന്നു എന്ത് എസ് എന്ന് പറയുമ്പം. ഓക്കെ, സോ നമ്മൾ അടുത്ത കേസ് നോക്കുന്നത് എന്താണ്? കാൽഷ്യത്തിൻ്റെ കേസിൽ വന്നപ്പം 4s⁴ ആയിരുന്നു KSP CaF2. KSP is equal to 4s⁴. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മൾ KSP/4 is equal to S³ അല്ലെങ്കിൽ S is equal to എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് KSP/4. സോ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇത് വെച്ചാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ AgClൻ്റെ ഇത് ഓൾറെഡി നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 10⁻⁻5 മോൾ ലിറ്റർ എന്ന് വരും. അപ്പോൾ കാൽഷ്യത്തിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ KSP വാല്യൂ ഉണ്ട് 4 ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു 10⁻²/4 ആണ്. ഇത് 3 ഇൻറ്റു അല്ല, സോറി, ഇത് 3 മീൻസ് ക്യൂബ് റൂട്ട് എടുക്കുന്നതുകൊണ്ട്. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 10⁻⁴ മോൾ/ലിറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി. അതായത് മോർ സോലിബിൾ ഏതാണ്? അപ്പം കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് മോർ സോലിബിൾ. CaF2 ഈസ് മോർ സോലിബിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു -5 വലുതാണ് -4. സോ അത് ഇറ്റ്സ് മോർ സോലിബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് സോലിബിലിറ്റി ഇൻ 0.1 മോളാർ AgNO3. സോ ഇത് ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കോമൺ അയൺ എഫക്റ്റ് എന്താണെന്ന് അറിയണം. സോ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത് സപ്രഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് ഒരു കോമൺ അയൺ വന്ന് ആ ഒരു പർട്ടിക്കുലർ ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബേസിക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പം HClഉം ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും H+ അതുപോലെ Cl- ആയിട്ട് നിൽക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ H2S കൺസിഡർ ചെയ്യുകയാണെങ്കിലോ എന്താണ് H2S? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് അത് മീൻസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും കാണിക്കുന്നുണ്ട്. സോ അത് ആണെങ്കിൽ H++2 S- എന്നാവുന്നു. സോറി, S2- ആണ് സൾഫറിൻ്റെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ H+ എന്ന് പറയുന്നത് കോമൺ അയണാണ്. ഓക്കെ, സോ ആ ഒരു ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ S2- ഈ ഒരു H+ വന്ന് സപ്രസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫർദർ റിയാക്ഷൻസ് ഒന്നും പ്രൊസീഡ് ചെയ്യാൻ ചിലപ്പോൾ പാടാണ്. സോ അതാണ് ഇവിടെ കോമൺ അയൺ എഫക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ AgNO3 ആണ്. സോ AgNO3 എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? AgNO3 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് Ag+ഉം അതുപോലെ എന്താണ് NO3- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മളിവിടെ കോമൺ അയൺ വേണമെന്ന് പറഞ്ഞു. സോ നമ്മൾ AgCl ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. AgCl
AgCl കൺസിഡർ ചെയ്യുന്നു. സോ Ag പ്ലസ് ഓൾസോ പിന്നെന്താണ് Cl മൈനസ്. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഏതാ വന്നേ? Ag പ്ലസ് ആണ് കോമൺ ആയിട്ട് വന്നത്. ഓക്കെ, സോ നമ്മൾ ഇനീഷ്യലി ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. AgNO3 നോക്കുവാണെങ്കിൽ 0.1 മോളാർ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം 0.1 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, AgCl ആണെങ്കിൽ നമ്മൾ S ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ ഒരു KSP വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. KSP ഈസ് ഈക്വൽ ടു എന്താണ്? AgClൻ്റെ KSP നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു Cl മൈനസ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു Ag പ്ലസ് കോമൺ അയൺ ആയതുകൊണ്ട് ഇതിനെ രണ്ടിൻ്റെയും കൂടെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യണം. ഈ AgNO3യിലെ Agയുടെ 0.1 അതുപോലെ എസും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 0.1 പ്ലസ് എസും അതുപോലെ ഇവിടെ ക്ലോറിൻ്റെ എന്താണ്? എസും ആണ്. KSP ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇനി എന്താണ്? ഇനി ഒന്നുമില്ല. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു 0.1 പ്ലസ് എസ്, ഈ ഒരു എസ് നോക്കുവാണെങ്കിൽ അത് വളരെ മൈന്യൂട്ടായിട്ടൊരു ക്വാണ്ടിറ്റി ആയിരിക്കും ഈ ഒരു 0.1ൻ്റെ കൂടെ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു എസ് എന്ന് വരുന്നു. 0.1 ഇൻറ്റു എസ് 0.1 ഇൻറ്റു എസ്. ഓക്കെ, അപ്പം KSP വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 10⁻⁻10 ആണ്. അപ്പം എസിൻ്റെ വാല്യൂ എന്താണ്? 10⁻⁻10 ഇൻറ്റു ബൈ 0.1 ഈസ് ഈക്വൽ ടു 10⁻⁻9 മോൾ പെർ ലിറ്റർ. ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സോളിബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് കോമൺ അയൺസ് വരുന്ന കേസിലാണ് ഇത് പറയുന്നത്. അപ്പം ഇത്രയാണ് സോളിബിലിറ്റി പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.